സൗന്ദര്യ ലഹരിയിൽ ശങ്കരാചാര്യർ സൂചിപ്പിച്ചിട്ടുണ്ട്. രാജരാജ ശേഖരനെ കുറിച്ചിട്ട് സൗന്ദര്യ ലഹരിയിൽ വരി എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാൻ റഫർ ചെയ്താൽ പറഞ്ഞുതരാം. ആ ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ അദ്ദേഹത്തിന് എന്ത് വില കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് എന്ത് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള ബന്ധം. അപ്പൊ അത്രയും മഹാത്മാക്കളുടെ സംഗമ ഭൂമിയാണ് സുന്ദരമൂർത്തി നായനാരും ശങ്കരാചാര്യരുമൊക്കെ വന്നു ചേർന്നിട്ടുള്ള ഒരു പുണ്യഭൂമിയും കൂടിയാണ്. നമ്മുടെ ഒരു കേരളത്തിന്റെ പുരാതന ചരിത്രത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഭാരതത്തിലെ ഏറ്റവും മഹത്തായ ഒരു സ്ഥലമാണ്. വേഗം തുടിച്ചിട്ട് എത്രയും വേഗം 1000, 750, 1000 ഒക്കെ കൊല്ലമായിട്ട് നമ്മുടെ പൂർവികര് നമുക്ക് വേണ്ടി സമ്മാനിച്ച അമൂല്യമായ നിധികളാണ് ഈ ക്ഷേത്ര മതിൽക്കകത്ത് ഇരിക്കുന്നതൊക്കെ. കേവലം വിഗ്രഹമോ അവിടുത്തെ ദേവനോ മാത്രമല്ല. അതുകൊണ്ട് അതൊക്കെ നോക്കാൻ ശീലിച്ചത് ഇനി ഏതമ്പലത്തിൽ പോകുമ്പോഴും അതൊക്കെ കൂടി നോക്കണം. അതെല്ലാം കൂടി ചേർന്നതാണ് ക്ഷേത്രം. അതിലെ കൊത്തുപണികളും ചുവർച്ചിത്രങ്ങളും അവിടുത്തെ പ്രത്യേകതകളൊക്കെ കൂടി ചേർന്നതാണ് ക്ഷേത്രം എന്നുള്ളത്. അതങ്ങനെ നോക്കാൻ ശീലിച്ചതാണ് ഈ യാത്രയിൽ. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഒക്കെ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം നമ്മൾ എത്തുന്നത് ഒരു നിസ്സാരമായ സ്ഥലത്തേക്കല്ല. മഹോദയപുരം എന്ന പേരിൽ 2ാം കുലശേഖര സാമ്രാജ്യം, ചേര സാമ്രാജ്യം ആരംഭിച്ചപ്പോൾ അവരുടെ തലസ്ഥാന നഗരി മഹോദയപുരമായിരുന്നു. ഭാരതത്തിൻ്റെ ചക്രവർത്തിമാരുടെ പരമ്പരകളിൽ ഇങ്ങേ തലക്കലുള്ള തെക്കേ ഭാഗത്തുള്ള ഏറ്റവും പ്രശസ്തരായ രാജാക്കന്മാരിൽ ഒരാളാണ് കുലശേഖര ആഴ്വാർ എന്ന് പ്രശസ്തനായ മുകുന്ദമാലയും ഒക്കെ എഴുതിയ ആഴ്വാർമാരിൽ ഒരാളായ മഹാത്മാവായ കുലശേഖര രാജാവ്. അദ്ദേഹം അവരുടെ തലസ്ഥാനം മഹോദയപുരമായിരുന്നു. അശോക ചക്രവർത്തിയുടെ ശാസനങ്ങളിൽ ഇവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഗ്രീക്ക് ചരിത്രകാരനായ ടോളമി ഒക്കെ ഇവരുടെ രാജവംശത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എത്തിച്ചേർന്ന സ്ഥലത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെയും വലിപ്പം ആലോചിച്ച് നോക്കണേ. ഗ്രീക്കിലിരുന്നിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും പുരാതനമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്, വാഴപ്പള്ളി എന്ന്. ഇന്ന് കേരളത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും പുരാതനമായ ശാസനം രാജാക്കന്മാരുടെ കൽപ്പനകളും അവിടുത്തെ നിബന്ധനകളും ഒക്കെയാണല്ലോ ശാസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അതിലൂടെയാണ് നമ്മുടെ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള രേഖകൾ പലയിടത്തും കിട്ടുന്നത്. കേരളത്തിൽ ലഭ്യമായ ഏറ്റവും പുരാതനമായ രാജശാസനം കിട്ടിയത് ഈ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. AD 830കളിലാണ് ആ രാജശാസനം ഉള്ളത്. AD 820 മുതൽക്ക് 844 വരെയുള്ള 24 കൊല്ലം ഭരിച്ച കുലശേഖര ആഴ്വാരുടെ മകനായ രാജരാജശേഖര നായനാർ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ശാസനയാണ് കേരളത്തിൽ ലഭ്യമായ ഏറ്റവും പുരാതനമായ രാജശാസനം. അത് ഈ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ ആ ശാസനത്തിലുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച കുറേ രേഖകളാണ്. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ AD 820, 830കളിൽ അന്ന് തന്നെ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം ഒരു വലിയ നഗര കേന്ദ്രവും രാജ തലസ്ഥാനവും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അതായത് അശോക ചക്രവർത്തിയൊക്കെ രാജശാസനം എഴുതി വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്താൻ മാത്രം വലിയ ഒരു പാരമ്പര്യമുള്ള നാട്ടിലാണ് നമ്മളുള്ളതെന്ന്. അത്രയും പുരാതനമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ വലിയ ക്ഷേത്രമാണ് മഹാദേവൻ്റെ വട്ടശ്രീകോവിലുള്ള വളരെ വലിയൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഒരു മഹാത്മ്യാണ് പറഞ്ഞത്, അത്രയും പുരാതനമായ ക്ഷേത്രമാണെന്നുള്ളത്. ഇനി മറ്റൊന്നുകൂടി കഥ വേഗം ചുരുക്കി പറയട്ടോ. മറ്റൊരു മഹാത്മ്യം കൂടി ഉള്ളത്, ശങ്കരാചാര്യരുടെ സമകാലികനാണ് ഈ 2ാം കുലശേഖര ആഴ്വാർ. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ യാത്ര പോകുന്ന സമയത്ത് നിരവധി നായനാർമാരുടെ കഥകൾ പറയാറുണ്ട്. ആ നായനാർമാരിൽ ഒരാൾ സുന്ദരമൂർത്തി നായനാർ. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഇദ്ദേഹം. രണ്ടുപേരും കൂടി ഒരുമിച്ച് തമിഴ്നാട്ടിലെ നിരവധി തീർത്ഥക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കുകയും അവിടുന്ന് ശൈവ ആഗമ വിദ്യകളെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് ആ പല സമ്പ്രദായങ്ങളെയും ആ ഉപാസനാ രീതികളെയൊക്കെ ഇവിടെയും വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടാവുകയും അങ്ങനെ ഇവിടുത്തെ ക്ഷേത്ര ആരാധനാക്രമങ്ങളിൽ പല ചിട്ടകളും അദ്ദേഹം വരുത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒന്നാണ്. മാത്രമല്ല തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് ഈ രാജരാജശേഖരനും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ സുന്ദരമൂർത്തി നായനാരും രണ്ടുപേരും അന്ത്യശ്വാസം വലിക്കുന്നത്, രണ്ടുപേരും സമാധിയാവുന്നത് തിരുവഞ്ചിക്കുളത്താണ്, നമ്മുടെ കേരളത്തിലാണ്. ഏതായാലും അത്രയും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രമാണ്.
മഹോദയപുരം എന്നാണ് പഴയ രേഖകളിലൊക്കെ കാണാറുള്ളത്. ഇപ്പോൾ വാഴപ്പള്ളിക്കാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഏറ്റവും പുരാതനമായ, നമുക്ക് ഈ യാത്രയിൽ തന്നെ ശ്രീവല്ലഭ ക്ഷേത്രം കഴിഞ്ഞാൽ, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊത്തം 3 ദിവസത്തെ യാത്രയിലെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തുന്നത്. അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇനി കേട്ടുകേൾവിയുള്ള ഒരു കഥ, അതിന് ആധികാരികത കൃത്യമല്ലെങ്കിലും നിരവധി ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ക്ഷേത്രത്തെ സ്ഥാപിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണമൊക്കെ ചെയ്യുകയും ചെയ്തുള്ള ഈ രാജരാജ ചേരൻ, അദ്ദേഹം ഒരു സംസ്കൃത നാടകം രചിക്കുകയും അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന ശങ്കരാചാര്യർക്ക് അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ. കുട്ടിക്കാലത്ത് അദ്ദേഹം ശങ്കരാചാര്യരെ കാണുകയും അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് ശങ്കരാചാര്യന് മൗനമായതുകൊണ്ട് രാജാവ് എഴുതി വായിച്ചു കൊടുത്തതിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല, മറുപടിയിൽ ഒന്നും പറഞ്ഞില്ല, നന്നായെന്നോ മോശമായെന്നോ ഒന്നും പറഞ്ഞില്ല. ശങ്കരാചാര്യന് മറുപടിയൊന്നും പറയാത്തത് കൊണ്ട് രാജാവിന് തോന്നി, ഞാൻ എഴുതിയത് മോശമായതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തത്, നന്നായില്ല എന്ന് അഭിപ്രായം പറയാൻ വയ്യല്ലോ, അതുകൊണ്ട് മോശമായി എന്ന് പറയാനുള്ള മടി കൊണ്ടൊന്നും പറയാത്തതായിരിക്കും എന്ന് വിചാരിച്ച് രാജാവ് ആ ഗ്രന്ഥം ചുട്ടുകരിച്ച് കളഞ്ഞു. എഴുതിയ നാടകം ചുട്ടുകരിച്ച് കളഞ്ഞിട്ട് പിന്നീട് കാലങ്ങൾക്ക് ശേഷം ശങ്കരാചാര്യർ തിരിച്ച് കേരളത്തിൽ വന്ന, അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വന്ന സമയത്ത് രാജാവ് അദ്ദേഹത്തെ പോയി കാണുകയും കാൽക്കല് നമസ്കരിക്കുകയും ചെയ്തപ്പോൾ ശങ്കരാചാര്യ ചോദിച്ചു, അന്നത്തെ നാടകം എന്ത് ചെയ്തു? അത് നല്ല ഭംഗിയുള്ള വരികളായിരുന്നു, അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ രാജാവ് സങ്കടത്തോടു കൂടി പറഞ്ഞു, അങ്ങ് മറുപടി ഒന്നും പറയാതിരുന്നത് കൊണ്ട് ഞാനത് കത്തിച്ച് കളഞ്ഞു. രാജാവ് പറഞ്ഞു, അയ്യോ അല്ല, ശങ്കരാചാര്യൻ പറഞ്ഞു, അത് മോശമായതുകൊണ്ടല്ല, ഞാനന്ന് മൗനമായതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. പക്ഷേ ഏതായാലും ഒരു കാര്യം ചെയ്തു, കത്തിച്ച് കളഞ്ഞത് വലിയ സങ്കടമായി, ഒരു കാര്യം ചെയ്തോളൂ, അതൊക്കെ എഴുതിയെടുത്തോളൂ. ഒരു ശങ്കരാചാര്യർ അന്ന് രാജാവ് ചൊല്ലിക്കൊടുത്തത്, വായിച്ച് കേൾപ്പിച്ചത് ഓർമ്മയിൽ നിന്ന് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് രാജാവ് തന്നെ പകർത്തി എഴുതിയതാണ് നാടകം എന്ന് ഒരു കഥ. ശങ്കരാചാര്യർക്ക് അത്രയും സ്നേഹബന്ധമുണ്ടായിരുന്ന ആളാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ശങ്കരാചാര്യരുടെ ഓർമ്മയെ കുറിച്ചിട്ട് അതിപ്പോൾ ചർച്ച ചെയ്യണതിൽ അർത്ഥമില്ലല്ലോ നമുക്ക്. കാരണം ശങ്കരാചാര്യർ എഴുതിയ 10 ഉപനിഷത്തുകളുടെ ഭാഷ്യവും പ്രസ്ഥാനത്രയം എന്ന അദ്ദേഹത്തിൻ്റെ 3 പ്രധാന ഭാഗങ്ങൾ വായിക്കണമെങ്കിൽ